വെൽക്കം ബാക്ക് ടു എൻചാൻഡൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബലാസർ ഖാലിദ്. എൻചാൻഡൽ സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 9th സ്റ്റാൻഡേർഡിലെ 5ാമത്തെ ചാപ്റ്റർ ആയ കെമിക്കൽ കൈനറ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 9th സ്റ്റാൻഡേർഡിലെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ രാസഗതികം അല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ കെമിക്കൽ കൈനറ്റിക്സിൽ ആദ്യം നമ്മൾ കുറച്ച് ഒരു ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എന്നിട്ട് ആ ഒരു പ്രോസസ്സ് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെൽറ്റിംഗ് ഓഫ് ഐസ് അല്ലെ, ഐസ് ഉരുക്കുന്നത് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? അത് നമുക്കറിയാം, ഐസ് ഉരുകിയാൽ നമുക്ക് വെള്ളം ലഭിക്കും അല്ലെ. തിരിച്ച് ആ വെള്ളത്തിൽ നമുക്ക് എന്താക്കാൻ മാറ്റാൻ പറ്റും? തിരിച്ച് ഐസ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ അവിടെ അതെന്ന് പറയുന്നത് എന്താണ്? അവിടെ ടോട്ടലായിട്ട് ആ ഒരു സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതിന് എന്ത് മാത്രം ഉണ്ടാകും? ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പൊ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് മനസ്സിലാക്കുക. അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ബേണിംഗ് ഓഫ് ഫുഡ്. ബേണിംഗ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിറക് കത്തിക്കുന്നു, കത്തിച്ച് അവസാനം കിട്ടുന്ന ചാരത്തിൽ നമുക്ക് തിരിച്ച് വിറക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്ന് പറയുന്നത് ടോട്ടലി ആ ഒരു സബ്സ്റ്റൻസ് വുഡ് എന്ന് പറയുന്ന മൊത്തത്തിൽ മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ ചേഞ്ച് അല്ല, അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കാം. ഇനി കേർഡിംഗ് ഓഫ് മിൽക്ക് അല്ലെ, മിൽക്കിനെ നമ്മൾ തൈരാക്കി. അപ്പൊ മിൽക്കിനെ തൈരാക്കി തിരിച്ച് തൈരിനെ മിൽക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും എന്ത് തന്നെയാണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കുക. ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ. ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, വെള്ളത്തിലേക്ക് നമ്മൾ ഷുഗറിനെ അലിയിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? തിരിച്ച് നമുക്ക് ഈ ഷുഗറിനെ എന്താണ്, ഈ ഷുഗർ സൊല്യൂഷനെ ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അതിന് ഷുഗർ കിട്ടും അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച്. അവിടെ ഒരു ചേഞ്ചും ഷുഗറിന് സംഭവിച്ചില്ല, അത് വെള്ളത്തിൽ ഡിസോൾവ് ആയി പോയതുള്ളൂ. അത് നമുക്ക് ചൂടാക്കിയാൽ എന്ത് തിരിച്ച് നമുക്ക് ഷുഗർ ലഭിക്കുകയും ചെയ്യും. ഇനി ബോയിലിംഗ് ഓഫ് വാട്ടർ അല്ലെ, വെള്ളം തിളയ്ക്കും എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് മാറും. ഈ വേപ്പർ ആയിരിക്കുന്ന വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യും? തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന് വാട്ടർ കിട്ടും അല്ലെ. അപ്പൊ അതും എന്താണ്? അത് ഒരു ഫിസിക്കൽ ചേഞ്ച്. അവിടെ സബ്സ്റ്റൻസ് ചേഞ്ച് ഒന്നും വരുന്നില്ല, ഇത് ഫിസിക്കൽ ചേഞ്ച് ആണ് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് ഐസ്, അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, ബോയിലിംഗ് ഓഫ് വാട്ടർ. ബേണിംഗ് ഓഫ് ഫുഡും കേർഡിംഗ് ഓഫ് മിൽക്കും കെമിക്കൽ ചേഞ്ച് എക്സാമ്പിൾ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്നാണ് നമ്മൾ നോക്കിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ, എന്താ മനസ്സിലായത്? ഐസ് ഉരുകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. വിറക് കത്തുന്നത് ഒരു രാസമാറ്റമാണ്. പാൽ തൈരാകുന്ന എന്തൊരു ഉദാഹരണമാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് എന്തൊരു ഉദാഹരണമാണ്? അത് ഒരു ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി വെള്ളം തിളക്കുന്നത് എന്തൊരു ഉദാഹരണമാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ് മനസ്സിലാക്കുക. ഇനി രാസപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിന്റെയും നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ധനങ്ങൾ കത്തിക്കുക, അയണിന്റെ സ്മെൽറ്റിംഗ്, ഗ്ലാസും മൺപാത്രം നിർമ്മിക്കുക, വൈൻ, ചീസ് എന്നിവ നിർമ്മിക്കുക തുടങ്ങിയ രാസപ്രവർത്തനം ആയിരക്കണക്കിന് വർഷമായി തുടർന്നു വരികയാണ്. അപ്പൊ രാസപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന മിക്ക വസ്തുക്കളും എന്തെന്ന് രാസപ്രവർത്തനം നടക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രങ്ങളും ജീവജാലങ്ങളും എല്ലാം സങ്കീർണമായ രാസപ്രവർത്തനം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ്? മെൽറ്റിംഗ് ഓഫ് ഐസ് ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി. ഇനി കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്ത് നോക്കാം. എന്താണ് കെമിക്കൽ റിയാക്ഷൻ? എന്താണ് കെമിക്കൽ റിയാക്ഷൻ? നമുക്ക് ചുറ്റും ന്യൂമറസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ അറൗണ്ട് us അല്ലെ, ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ, എർത്ത് സർഫസ്, ഓഷ്യൻസ് ആൻഡ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇത് കെമിക്കൽ ചേഞ്ച്. അവിടെ കെമിക്കൽ റിയാക്ഷൻ എന്നോട് കെമിക്കൽ ചേഞ്ച് ഉണ്ടായെന്ന് മനസ്സിലാക്കാം അല്ലെ, ഒരു രാസമാറ്റം ഉണ്ടായെന്ന് മനസ്സിലാക്കാം. The chemical change is a change that takes place in matter as a result of which one or more new substances are formed. The chemical change എന്ന് പറയുന്നത് എന്താണ്? ഒരു ചേഞ്ച് ആണ്, ഒരു മാറ്റമാണ്. അത് ഉണ്ടാവുന്നത് മാറ്ററിന്. എന്തിനാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? മാറ്ററിനാണ് ചേഞ്ച്, ആ ദ്രവ്യത്തിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഒന്നോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടാകുന്നു. അപ്പൊ ഒരു മാറ്ററിന് ചേഞ്ച് ഉണ്ടായി ഒന്നോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. കെമിക്കൽ ചേഞ്ച് ഇസ് എ ചേഞ്ച് that takes place in matter as a result of which one or more new substances are formed. മനസ്സിലായോ മക്കളെ? അപ്പൊ എന്താണ് കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ചേഞ്ച് അല്ലെ. ആ ചേഞ്ചിന്റെ മാറ്ററിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. മാറ്ററിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ മാറ്റർ എന്തായി തീരുന്നു? ഒന്നോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ
പറഞ്ഞത്. അപ്പൊ ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് രാസമാറ്റം എന്ന് മനസ്സിലാക്കുക. എന്താണ്? ഒന്നോ അതിലധികമോ ഉണ്ടാകുന്ന പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ഒന്നോ അതിലധികം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ആ ഉണ്ടാകുന്ന തരത്തില് ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ആ എക്സ്പെരിമെന്റ് പറയുന്നത് ഇങ്ങനെയാണ്. Take some sugars in a spatula and heat it on a Bunsen burner. അതായത് കുറച്ച് ഷുഗർ എടുക്കുക, ഗ്ലൂക്കോസ് എടുത്ത് ഒരു ഇതിലെടുത്തിട്ട് ഒരു സ്പൂണിൽ എന്തെങ്കിലും ടെസ്റ്റ് ട്യൂബിൽ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്ത് ഹീറ്റ് ചെയ്യും, ഒരു ബർണറിന്റെ അടിയിൽ വെച്ച് ഹീറ്റ് ചെയ്യും. വാട്ട് ഈസ് എ കളർ ഓഫ് ദ പ്രോഡക്റ്റ് ഫോം? അവിടെ ഉണ്ടായ പ്രോഡക്റ്റിന്റെ കളർ ഇങ്ങനെ ആയിരിക്കും. അതായത് ഷുഗർ ഹീറ്റ് ആണ് ചെയ്യുന്നത് അല്ലെ. ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഷുഗറിനെ കാരമലൈസ് ചെയ്യുക എന്നാണ് ആ പ്രോസസ്സിന്റെ പേര് അല്ലെ. അപ്പൊ അങ്ങനെ കാരമലൈസ് ചെയ്യുമ്പോൾ ഷുഗർ അത് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ടൊക്കെ മാറുന്നു. അതിനുശേഷം അത് സ്പ്ലിറ്റ് ചെയ്ത് കാർബൺ ഡൈഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ കാർബൺ ഡൈഓക്സൈഡും വാട്ടറായിട്ട് മാറുമ്പോൾ ഈ ഷുഗറിന്റെ കളർ എന്തായിട്ട് മാറുന്നു? ബ്രൗൺ ആയിട്ട് മാറുകയാണ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഷുഗർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കളറാണ് ആ പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ബ്രൗൺ കളറാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത എക്സ്പെരിമെന്റ് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ഷുഗർ എടുത്ത് ഹീറ്റ് ചെയ്തപ്പോ എന്ത് കളർ പ്രോഡക്റ്റ് ആണ് ലഭിച്ചത്? ബ്രൗൺ കളർ പ്രോഡക്റ്റ് ആണ് ലഭിച്ചത്. കാരണം അവിടെ കാരമലൈസേഷൻ എന്ന പ്രോസസ് ആണ് നടന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ടൊക്കെ മാറി അതിനുശേഷം കാർബൺ ഡൈഓക്സൈഡ് വാട്ടർ ആയിട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ബ്രൗൺ കളറിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സോഡിയം കാർബണേറ്റ് എടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബില്, Na2CO3 സോഡിയം കാർബണേറ്റ് എടുക്കുക ആൻഡ് 2 to 3 ml of dilute hydrochloric acid to it. അപ്പൊ മകളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കുക. കുറച്ച് സോഡിയം കാർബണേറ്റ് എടുക്കുക, Na2CO3 എടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബില്, അതിലേക്ക് 2 or 3 ml of dilute HCl ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ നോക്കാം. Na2CO3 ഡൈലൂട്ട് HCl കൂടെ ചേർന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം. Na2CO3 സോഡിയം കാർബണേറ്റും ഡൈലൂട്ട് HCl ചേർന്ന്, സോഡിയം കാർബണേറ്റും ഡൈലൂട്ട് HCl ചേർന്ന് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaCl plus H2O plus CO2 എന്നാണ്. അപ്പൊ NaCl plus H2O plus CO2 എന്നാണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ഇവിടെ നമുക്ക് എന്താണ് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? ടെസ്റ്റ് ട്യൂബിൽ സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർത്ത് എടുത്തപ്പോഴത്തേക്കും അവിടെ എന്താണ് സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈഓക്സൈഡും പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റിൽ നമ്മൾ പറയുന്നത് പൊട്ടാഷ്യം അയോഡൈഡ് എടുക്കുന്നു. ലെഡ് അസറ്റേറ്റും പൊട്ടാഷ്യം അയോഡൈഡും ചേർക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബില് 2 to 3 ml ലെഡ് അസറ്റേറ്റും അതുപോലെ 2 to 3 ml പൊട്ടാഷ്യം അയോഡൈഡും എടുക്കുന്നു. അങ്ങനെ ചേർക്കുമ്പോൾ അവിടെ എന്ത് നമുക്ക് ലഭിക്കുന്നു വെച്ചാല് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബില് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ലഭിക്കുന്നത്. ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ലെഡ് അയോഡൈഡും അതുപോലെ പൊട്ടാഷ്യം അസറ്റേറ്റും കൂടെ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് ലെഡ് അയോഡൈഡും പൊട്ടാഷ്യം അസറ്റേറ്റും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് പൊട്ടാഷ്യം അസറ്റേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്, ഈ പറയുന്ന റിയാക്ഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ 3 റിയാക്ഷൻ നോക്കി. ആദ്യം നമ്മൾ ഷുഗർ എടുത്ത് ഹീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ബ്രൗൺ കളറുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ സോഡിയം ബൈകാർബണേറ്റും അതുപോലെ ഡൈലൂട്ട് HCl കൂടെ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അത് ചേർത്തപ്പോഴത്തേക്കും എന്ത് റിയാക്ഷൻ ആണ് സംഭവിച്ചത്? സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈഓക്സൈഡും പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് ലഭിച്ചത്. ഇനി മൂന്നാമത്തെ കേസിൽ പൊട്ടാഷ്യം അയോഡൈഡ് അതുപോലെ ലെഡ് അസറ്റേറ്റും ചേർന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും അവിടെ റിയാക്ഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് ലെഡ് അയോഡൈഡിന്റെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റും പൊട്ടാഷ്യം അസറ്റേറ്റും നമുക്ക് ലഭിക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു, അത് ലെഡ് അയോഡൈഡ് ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം അസറ്റേറ്റും ഫോം ചെയ്യുന്നു മനസ്സിലാക്കും. ലെഡ് അയോഡൈഡും അതുപോലെ പൊട്ടാഷ്യം അസറ്റേറ്റുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു അയൺ സൾഫേറ്റ് എടുക്കുന്നു. അപ്പൊ അയൺ സൾഫൈഡും അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കുന്നു. അയൺ സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കുന്നു. അവിടെ നമുക്ക് എന്താണ് നമുക്ക് ഇതുപോലെ റിയാക്ഷൻ സംഭവിക്കും. അപ്പൊ റിയാക്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ റിയാക്ഷൻസ് എടുത്ത് നോക്കാം. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അയൺ അയോഡൈഡും അതുപോലെ തന്നെ അയൺ സൾഫൈഡും അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡുകളുടെ റിയാക്ഷൻ. അയൺ സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അയൺ സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇതുപോലെ റിയാക്ട് ചെയ്തു. എന്ത് പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്? സോ ഈ എക്സാമ്പിൾ നോക്കിയാൽ അതൊന്നും കൂടി നോക്കാം. പൊട്ടാഷ്യം അയോഡൈഡും ലെഡ് അസറ്റേറ്റും ചേർന്ന് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ലെഡ് അയോഡൈഡ് ഫോം ചെയ്യുന്നു. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു.
ആ പ്രസിപ്പിറ്റേറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അത് ലെഡ് അയഡിന്റെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. പിന്നെ ആ സൊല്യൂഷൻ റിമെയിൻ ചെയ്യുന്ന പൊട്ടാഷ്യം അസറ്റേറ്റ് ആണ് കൂടെ ഓർത്ത് വയ്ക്കാം. ഇനി ഇതുപോലെ അയൺ സൾഫൈഡും HCl കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അയൺ സൾഫൈഡ് when you take some iron sulfide test tube and add 2 to 3 ml of dilute HCl, ഇവിടെ dilute HCl ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് FeCl2 plus H2S ആണ്. എന്താണ് FeCl2 plus H2S. അപ്പൊ അവിടെ എന്ത് സ്മെല്ല് ലഭിക്കുന്നത് വെച്ചാൽ ഒരു റോട്ടൻ എഗ്, ഒരു അഴുകിയ മുട്ടയുടെ സ്മെല്ലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ റോട്ടൻ എഗിന്റെ സ്മെല്ലാണ് ലഭിക്കുന്നത്. അപ്പൊ അത് എന്തിന്റെ പ്രസന്റ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിന്റെ പ്രസൻസ് ആണ് അവിടെ നോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് ആ സ്മെല്ല് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷനിൽ അയൺ സൾഫൈഡ് ടെസ്റ്റ് ട്യൂബ് എടുത്ത് ഒരു ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ലഭിച്ച എന്താണ് FeCl2 plus H2S ആണ്. ആ H2S എന്ന് പറയുന്നതാണ് എന്ത് സ്മെല്ല് എന്ത് സ്മെല്ലാണ് നമുക്ക് ലഭിക്കുന്നത് വെച്ചാൽ റോട്ടൻ എഗിന്റെ സ്മെല്ലാണ് ലഭിക്കുന്നത് മനസ്സിലാക്കാം. അപ്പൊ അത്രയും 3 റിയാക്ഷൻസ് നമ്മൾ കണ്ടെത്തി. ആ റിയാക്ഷൻസ് നമുക്ക് ഇവിടെ എന്ത് കെമിക്കൽ ചേഞ്ച് ഉണ്ടായോ എന്ന് നോക്കുക. ഫസ്റ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞു ഷുഗർ ഹീറ്റ് ചെയ്തു അല്ലെ. ഷുഗർ ഹീറ്റ് ചെയ്തപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്ത ഒരു ബ്രൗൺ പ്രോഡക്റ്റ് നമുക്ക് ലഭിച്ചത്. അപ്പൊ അവിടെ എന്താണ് ഷുഗറിന് എന്ത് സംഭവിച്ചു? ഷുഗറിന് കളറിന് ചേഞ്ച് സംഭവിച്ചു. അപ്പൊ കളർ ചേഞ്ച് ഉണ്ടായി. അപ്പൊ കെമിക്കൽ ചേഞ്ച് നമ്മൾ എങ്ങനെ നോട്ട് ചെയ്തു? അവിടെ കളർ ചേഞ്ച് ഉണ്ടായി, കളറിന് വ്യത്യാസം വന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? സോഡിയം കാർബണേറ്റും ഡൈല്യൂട്ട് HCl കൂടെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? നമുക്ക് NaCl-ഉം H2O-യും CO2-ഉം ലഭിച്ചു എന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് ആ കെമിക്കൽ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത്? അവിടെ ഒരു ഗ്യാസ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുന്നത്. ഏത് കാരണം? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടായെന്ന് മനസ്സിലാക്കുക. ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. ഒരു ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തു. അപ്പൊ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലാക്കി? അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടായി. റിയാക്ഷന്റെ ഭാഗമായിട്ട് കെമിക്കൽ ചേഞ്ച് ഉണ്ടായെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ പൊട്ടാഷ്യം അയഡൈഡും അതുപോലെ തന്നെ ലെഡ് അസറ്റേറ്റും നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയഡൈഡും അതുപോലെ പൊട്ടാഷ്യം അസറ്റേറ്റും അല്ലെ, പൊട്ടാഷ്യം അയഡൈഡും ലെഡ് അസറ്റേറ്റും റിയാക്ട് ചെയ്തപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയഡൈഡ് പൊട്ടാഷ്യം അസറ്റേറ്റ് നമ്മൾ ലഭിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ്? അവിടെ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് പ്രോഡക്റ്റ് ഫോം കിട്ടി, ഒരു പ്രസിപ്പിറ്റേറ്റ് പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കി എന്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് ഫോർത്ത് കേസിൽ നമ്മൾ പറഞ്ഞു അയൺ സൾഫൈഡും എന്താണ് അതുപോലെ തന്നെ HCl ഡൈല്യൂട്ട് HCl കൂടെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ലഭിച്ചത് എന്താണ്? FeCl2 H2S എന്താണ് ഹൈഡ്രജൻ സൾഫൈഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്തു അല്ലെ. അപ്പൊ ഒരു ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു? ഈ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് നടന്നു? ഒരു റിയാക്ഷൻ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ആ റിയാക്ഷൻ കളർ ചേഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലോ ഒരു പ്രോഡക്റ്റിന്റെ സ്മെല്ല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചില പ്രോഡക്ട്സ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നത്? അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഒരു കളർ ചേഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്യാസ് ലിബറേറ്റ് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടായി. ഷുഗർ ഹീറ്റ് ചെയ്തപ്പോൾ കളർ ചേഞ്ച് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നർത്ഥം. അതുപോലെ ഗ്യാസ് ലിബറേറ്റ് ഈ റിയാക്ഷൻ അപ്പൊ എന്ന് മനസ്സിലാക്കി അവിടെ കെമിക്കൽ ചേഞ്ച് നടന്നു. അടുത്തത് മൂന്നാമത്തെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തു. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത കേസിലാണെങ്കിലോ ഒരു ഗ്യാസ് ലിബറേറ്റ് ചെയ്തു, അവിടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ സ്മെൽ എക്സ്പീരിയൻസ് ചെയ്തു. എന്താണ് സ്മെൽ എക്സ്പീരിയൻസ് ചെയ്തു? ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ റോട്ടൻ എഗിന്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് റോട്ടൻ എഗിന്റെ സ്മെല്ല് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഇവിടെ റിയാക്ഷൻ നടന്നു മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കേസുകൾ, അതായത് കളർ ചേഞ്ച് വരുന്നു, ഗ്യാസ് ലിബറേഷൻ നടക്കുന്നു, അവിടെ എന്താണ് സ്മെൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്ട്സ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗന്ധം മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേഷൻ അവിഷക്തം ഉണ്ടാകുന്നതായിട്ട് ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രാസമാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്ന കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെയാണ് രാസപ്രവർത്തനങ്ങൾ നിറവ്യത്യാസത്തിന്റെയോ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിന്റെയോ അനുഭവപ്പെടുന്ന ഗന്ധത്തിന്റെയോ അവക്ഷിപ്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രാസമാറ്റം തിരിച്ചറിയാനാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതാണ് നമ്മൾ രാസപ്രവർത്തനങ്ങൾ നടന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന രീതി. അപ്പൊ അതിലൂടെ നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ക്ലിയർ ആയാലും നിങ്ങൾക്ക് മക്കളെ മനസ്സിലായല്ലോ? അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലതരം കെമിക്കൽ റിയാക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളത്തെ എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പഠിത്തത്തിലോട്ട് പോവുകയാണ്. കെമിക്കൽ റിയാക്ഷൻ പലതരത്തിൽ നടക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു,
നമ്മൾ പറയുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് സൂചന നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് ആ റിയാക്ഷനിൽ കളർ ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഒരു സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോഡക്റ്റ് പ്രസിപ്പിറ്റേറ്റർ ഫോം ചെയ്തു, അല്ലെ അവിക്ഷിപ്തമായിട്ട് രൂപപ്പെട്ടു എങ്കിലൊക്കെ നമുക്കറിയാം ആ പറയുന്ന റിയാക്ഷൻ എന്തോ കെമിക്കൽ ചേഞ്ച് ഉണ്ടായത് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിള് നമ്മൾ കുറച്ച് ക്വിക്ക് ലൈം, അത് കാൽഷ്യം ഓക്സൈഡ് ഒരു ബീക്കറിൽ എടുക്കുന്നു. ഇനി കുറച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്താണ് കാണാൻ സാധിക്കുന്നത്? കാൽഷ്യം ഓക്സൈഡിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ക്വിക്ക് ലൈം ആണ്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യണം. എക്സ്പെരിമെന്റ് എങ്ങനെയാ നമുക്ക് നോക്കാം. കാൽഷ്യം ഓക്സൈഡും വെള്ളവും കൂടെ ചേർത്ത് എന്ത് റിയാക്ഷൻ സംഭവിച്ചു നോക്കാം. കാൽഷ്യം ഓക്സൈഡ് അല്ലെ ക്വിക്ക് ലൈം അത് വെള്ളവുമായി ചേർത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിച്ചത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന ഉൽപ്പന്നമാണ് നമുക്ക് ലഭിച്ചത്. അത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് ഓർക്കുക. ഇവിടെ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഫലമായിട്ട് താപം മോചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ താപമോചകം അല്ലെങ്കിൽ താപമോചകമാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എക്സോതെർമിക് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. താപമോചക പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇത്. അതിന്റെ ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് താപം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O ഗിവിംഗ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്ത് പുറത്തേക്ക് വിടുന്നത്? ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ് തരുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു രാസപ്രവർത്തനം മറ്റൊരു റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ N2 plus 3H2 giving 2NH3. N2 plus 3H2 giving 2NH3. അതിൽ നൈട്രജൻ ഹൈഡ്രജൻ ചേർത്ത് അമോണിയ ലഭിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഈ പ്രവർത്തനത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചിരിക്കുന്നത്? ഇതില് നൈട്രജനും ഹൈഡ്രജനും സംയോജിച്ച് എന്തുണ്ടായിരിക്കുന്നു? അമോണിയ ഉണ്ടായിരിക്കുന്നു. പ്രവർത്തന ഫലമായിട്ട് ലഭിച്ച ഉൽപ്പന്നമാണ് അമോണിയ. ഇനി മറ്റൊരു പ്രവർത്തനം പരിശോധിക്കാം. മറ്റൊരു റിയാക്ഷൻ നോക്കാം. 2SO2 plus O2 giving 2SO3. 2SO2 plus O2 giving 2SO3. ഈ ഒരു റിയാക്ഷനിൽ എന്താണ് സൾഫർ ഡയോക്സൈഡും ഓക്സിജനും ചേർന്ന് സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നിലധികം സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അല്ലെ, ഒന്നിലധികം സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് കാൽഷ്യം ഓക്സൈഡ്, വാട്ടർ, അല്ലെങ്കിൽ നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാം രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഒന്നിലധികം സബ്സ്റ്റൻസുകൾ അല്ലെ. ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ സബ്സ്റ്റൻസ്, അതെന്ന് പറയുന്നത് ഒരു എലമെന്റ് ആകാം, അല്ലെങ്കിൽ ഇൻ കേസ് ഇവിടെ ഒരു എലമെന്റ് നൈട്രജൻ എന്ന് പറയുന്ന ഈ റിയാക്ഷൻ നൈട്രജൻ എലമെന്റ് ആണ്, ഇവിടുത്തെ റിയാക്ഷൻ കാൽഷ്യം ഓക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഒന്നിലധികം സബ്സ്റ്റൻസുകൾ അതൊരു എലമെന്റ് ആകാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആകാം. ഇവയെ സംയോജിച്ച് അല്ലെങ്കിൽ ഇവ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ രാസപ്രവർത്തനത്തെയാണ് നമ്മൾ വിളിക്കുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാം 2 or more സബ്സ്റ്റൻസുകളാണ് അല്ലെ. ആ 2 or more സബ്സ്റ്റൻസ് എങ്ങനെയാകാം? ഒന്നുകിൽ ഒരു എലമെന്റ് ആകാം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആകാം. അപ്പൊ എലമെന്റോ കോമ്പൗണ്ടോ ആകുന്ന ഒന്നിലധികം സബ്സ്റ്റൻസുകൾ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യാൻ ഇവിടെ? മറ്റൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. ആ മറ്റൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഒന്നിലധികം സബ്സ്റ്റൻസുകൾ ചേർന്നാണ്. ആ ഒന്നിലധികം സബ്സ്റ്റൻസ് ചിലപ്പോൾ അതൊരു എലമെന്റ് ആകാം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആകാം. അങ്ങനെ ഫോം ചെയ്ത് കമ്പൈൻ ചെയ്ത് മറ്റൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻസിനെ വിളിക്കുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് സംയോജക രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സംയോജക രാസപ്രവർത്തനം? രണ്ടോ അതിലധികം ലഘു പദാർത്ഥങ്ങൾ അല്ലെ, അപ്പൊ ഒന്നിലധികം ചേർന്നാലേ എന്താവുള്ളൂ റിയാക്ഷൻ സംഭവിക്കുന്നത്. അതായത് രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ മൂലകങ്ങളാകാം സംയുക്തങ്ങളാകാം, അവ തമ്മിൽ യോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ എന്ന് വിളിക്കുന്നത് സംയോജന രാസപ്രവർത്തനം. എന്താണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ. കിട്ടിയോ മക്കളെ? ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ടോ അതിലധികം ലഘു പദാർത്ഥങ്ങൾ അത് മൂലകങ്ങളായിട്ട് സംയുക്തങ്ങളായിട്ട് അവ സംയോജിച്ച് പുതിയൊരു സംയുക്തം ഉണ്ടാകുന്നെങ്കിൽ ആ രാസപ്രവർത്തനം വിളിക്കുന്ന പേരാണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇത്രയും നോക്കിയത്. എന്താണ്? The reaction in which 2 or more simple substances that will be elements or compounds they combine to form another compound is called a combination reaction. The reaction in which 2 or more substances, that means 2 or more simple substances, elements agam compounds agam, they combine to form a compound is known as what type of reaction? Combination reaction. Once more, the reaction in which
two or more simple substances, elements or compounds combined to form a compound is called a combination reaction. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷനിൽ സംയോജന രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ നോക്കിയതെല്ലാം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തിലേക്ക് പോകാം. അപ്പൊ നോക്കിയ മക്കളെ, നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിയ NH4+Cr2O7 അതിൽ പറയുന്നത് എന്താണ്? അമോണിയം ഡൈക്രോമേറ്റ്. അമോണിയം ഡൈക്രോമേറ്റ് ഒരു 3 ഗ്രാം എടുക്കുക, അതൊരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുക. എന്നിട്ട് കോണിക്കൽ ഫ്ലാസ്കിന്റെ കവർ മൗത്ത് നന്നായി കവർ ചെയ്യുക, ഒരു കോട്ടൺ കൊണ്ട് കവർ ചെയ്തിട്ട് അതിന് ഹീറ്റ് ചെയ്യണം. അപ്പൊ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് അമോണിയം ഡൈക്രോമേറ്റ് എടുക്കുന്നു, 3 ഗ്രാം ആണ് എടുക്കുന്നത്. അതിന്റെ മൗത്ത്, കോണിക്കൽ ഫ്ലാസ്കിന്റെ മൗത്ത് കവർ ചെയ്തിട്ട് അത് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ചേഞ്ച് ആണ് ഒബ്സർവ് ചെയ്യുന്നത്? അവിടെ നമുക്ക് അമോണിയം ഡൈക്രോമേറ്റിന് അപ്പൊ എന്ത് സംഭവിക്കുന്നു? തെർമൽ ഡീകമ്പോസിഷൻ നടക്കുന്നു. അതായത് ഹീറ്റ് കൊടുക്കുകയാണ്, നമ്മൾ എന്താണ് ചൂട് കൊടുക്കുകയാണ്. അപ്പൊ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ ഈ അമോണിയം ഡൈക്രോമേറ്റ് തെർമൽ ഡീകമ്പോസിഷന് വിധേയമാകുന്നു. അപ്പൊ അങ്ങനെ അമോണിയം ഡൈക്രോമേറ്റ് തെർമൽ ഡീകമ്പോസിഷന് വിധേയമാകുന്നതിന്റെ ഫലമായിട്ടാണ് എന്താണ് Cr2O3 H2O N2 എന്നായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അമോണിയം ഡൈക്രോമേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് സ്പാർക്ക് ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട്, അതായത് ഈ അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ തെർമൽ ഡീകമ്പോസിഷൻ നടക്കുന്നത്. തെർമൽ ഡീകമ്പോസിഷൻ ഫലമായിട്ട് Cr2O3 H2O N2 എന്ന മൂന്ന് കോമ്പൗണ്ട്, 3 സബ്സ്റ്റൻസുകളായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത PbNO3 അതും എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതും ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു. ഇത് PbO ലെഡ് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അതുപോലെ ഓക്സിജനും 2 ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി കാൽഷ്യം കാർബണേറ്റ് ഇതും ഡീകമ്പോസ് ചെയ്യുന്നു. ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് 2 പ്രോഡക്റ്റുമാണ്, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെയെല്ലാം സബ്സ്റ്റൻസുകൾക്ക് ഡീകമ്പോസിഷൻ നടന്നു. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഒപ്റ്റെയിൻ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഒരു സബ്സ്റ്റൻസ് തെർമൽ ഡീകമ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സബ്സ്റ്റൻസിന് ഇവിടെ ആദ്യത്തെ കേസിൽ തെർമൽ ഡീകമ്പോസിഷൻ നടന്നു. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കേസിൽ നമ്മൾ ഡീകമ്പോസിഷൻ നടന്നിട്ട് കാണുന്നത് അല്ലെ. അപ്പൊ ഡീകമ്പോസിഷൻ നടന്നതിന്റെ ഫലമായിട്ട് എന്താണ് അവിടെ റിയാക്ഷൻ നടന്നു. എന്ത് റിയാക്ഷൻ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നടന്നത്. ആ ഒരു പ്രോസസ്സിൽ ഒരു കോമ്പൗണ്ട്, ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഇത്രയേ ഉള്ളൂ, ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് ഒന്നോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസുകളായിട്ട് 2 or more സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ a substance breaks down into 2 or more substances. A decomposition process by which a compound breaks down into 2 or more substances. But decomposition process, decomposition reaction എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 or more സബ്സ്റ്റൻസുകളായിട്ട് മാറുന്നു. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡീകമ്പോസ് റിയാക്ഷൻ എന്ന പ്രോസസ്സിൽ ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് 2 or more സബ്സ്റ്റൻസുകളായിട്ട് മാറുന്നു. അതാണ് മനസ്സിലാക്കുക. ഡീകമ്പോസ് മീൻസ് ബ്രേക്ക് ചെയ്യുക. In decomposition reaction, it is a process by which a compound breaks down into 2 or more substances. That is all about decomposition reaction. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു ഇവിടെ നമ്മളെ കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ അമോണിയം ഡൈക്രോമേറ്റിനെ തെർമൽ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ താപീയ വിഘടനത്തിന് വിധേയമാക്കിയപ്പോൾ അത് ക്രോമിയം ട്രയോക്സൈഡും ജലബാഷ്പവും നൈട്രജൻ എന്ന പദാർത്ഥങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 എക്സാമ്പിൾസിലും 2 ഉദാഹരണങ്ങളും ഇതുപോലെ സംയുക്തം വിഘടിച്ച് 2 അതിലധികം പദാർത്ഥങ്ങളായിട്ട് മാറി. അപ്പൊ ഇത്തരത്തിലൊരു സംയുക്തം വിഘടിച്ച് 2 അതിലധികം പദാർത്ഥങ്ങൾ മാറുന്ന പ്രവർത്തനത്തെയാണ് വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിന് ഉദാഹരണമാണ്? വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്ലിയർ ആയ മക്കളെ? ഇപ്പൊ എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ മനസ്സിലായല്ലോ, അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അടുത്തത് ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഒരു ബോയിലിംഗ് ട്യൂബില് കുറച്ച് കോപ്പർ കാർബണേറ്റ് എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്? കോപ്പർ കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. കോപ്പർ കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറിൽ സബ്സ്റ്റൻസ് ലഭിക്കും. അപ്പൊ കോപ്പർ കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കോപ്പർ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ്. അപ്പൊ കോപ്പർ കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? കോപ്പർ കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോപ്പർ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ബ്ലാക്ക് സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്തപ്പോൾ താപീയ വിഘടനത്തിന്
ഇത് വിധേയമാക്കിയപ്പോഴേക്കും അല്ലെങ്കിൽ താപീയമായിട്ട് അല്ലെങ്കിൽ തെർമൽ ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്കും അതിന് എന്ത് സംഭവിച്ചു? ഈ ഒരു കോമ്പൗണ്ട് അതിന് വിഘടനം സംഭവിച്ചു, ബ്രേക്ക് ഡൗൺ ചെയ്തു, രണ്ടോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസ് ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരു തെർമൽ ഇതെന്താണ്? ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനമാണ് മനസ്സിലാക്കുക. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണെങ്കിൽ വിഘടന രാസപ്രവർത്തനമാണ് ഇത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണെന്ന് തിരിച്ചറിയുന്നത്. അടുത്തത് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു, അതേ ടെസ്റ്റ് ട്യൂബിലേക്ക് സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുന്നു. നമുക്ക് റിയാക്ഷൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ നോക്കിയ മക്കളെ, NaCl plus AgNO3 giving AgCl plus NaNO3 അല്ലെ. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടെ മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റുമാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമുക്ക് ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് AgCl ആണ്, സിൽവർ ക്ലോറൈഡിന്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അപ്പോൾ ഇത് നമുക്ക് ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട്. അപ്പൊ അത് എന്ത് പ്രസിപ്പിറ്റേറ്റ് ആണ്? AgClന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് AgCl is formed as a result of this reaction. അപ്പൊ ഇവിടെ AgCl സിൽവർ നൈട്രേറ്റ് ഫോം ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇൻ വൺ ഓഫ് ദ റിയാക്ടൻസ് സോഡിയം ക്ലോറൈഡ് വിച്ച് അയോൺ ഈസ് ബോണ്ടഡ് ടു സോഡിയം അയോൺ. അതായത് ഈ ഭാഗത്തുള്ള റിയാക്ടൻസും ഈ ഭാഗത്തുള്ള പ്രോഡക്ട്സും ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ റിയാക്ടൻസിൽ സോഡിയം ക്ലോറൈഡിന്റെ കൂടെ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന റിയാക്ടന്റിൽ സോഡിയത്തിന്റെ കൂടെ ബോണ്ട് ചെയ്തിരിക്കുന്ന അയോൺ ഏതാണ്? അതെ, ക്ലോറിന്റെ അയോൺ ആണ് സോഡിയം അയോണോട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. സോഡിയം അയോൺസിന്റെ കൂടെ ബോണ്ട് ചെയ്ത് കാണപ്പെടുന്നത് ക്ലോറിൻ അയോൺ ആണ്. അത് എവിടെയാണ്? റിയാക്ടന്റ് സൈഡിലാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ അടുത്ത് നിങ്ങൾ നോക്കുക, പ്രോഡക്റ്റ് ഫോം ചെയ്ത സമയത്ത് ഈ മെറ്റൽ അയോൺ, അതായത് ഈ സോഡിയം ആണല്ലോ മെറ്റൽ അയോൺ, ഈ സോഡിയം അയോൺ എങ്ങോട്ടാണ് വിച്ച് മെറ്റൽ അയോൺ ഡസ് ദ ക്ലോറൈഡ് അയോൺ കമ്പയർ? അത് ചോദിക്കുന്നത് ഇവിടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തപ്പോൾ സോഡിയം അയോൺ ക്ലോറൈഡ് അയോണോടെയാണ് കമ്പൈൻ ചെയ്തിരുന്നത് റിയാക്ടന്റ് ആയിരുന്ന സമയത്ത്. ഇനി പ്രോഡക്റ്റ് ഫോം ചെയ്തപ്പോഴത്തേക്കും ഈ ക്ലോറൈഡ് മറ്റൊരു മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ. AgCl ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ പ്രോഡക്റ്റ് ഫോം ചെയ്ത സമയത്ത് സോഡിയത്തിന്റെ കൂടെ ഇരുന്ന ക്ലോറൈഡ് ആണ് എങ്ങോട്ട് മാറി? ഈ ക്ലോറൈഡ് ആണ് എങ്ങോട്ട് മാറി? അപ്പുറത്തെ പ്രോഡക്റ്റ് സൈഡില് സിൽവർ അയണോട് കൂടി അല്ലെങ്കിൽ എന്താണ് സിൽവർ മെറ്റലോട് കൂടി ജോയിൻ ചെയ്തിട്ട് കാണാൻ സാധിക്കും, കമ്പൈൻ ചെയ്തിട്ട് കാണുന്നു. പ്രോഡക്റ്റ് ഫോം ചെയ്ത സമയത്ത് ക്ലോറൈഡ് അയൺ, റിയാക്ടീവ് സൈഡിൽ ഉണ്ടായിരുന്ന ക്ലോറൈഡ് അയൺ എങ്ങോട്ട് മാറി? പ്രോഡക്റ്റ് സൈഡിലെ മെറ്റൽ അയൺ ആയ സിൽവറിനോട് കമ്പൈൻ ചെയ്ത് കാണാൻ സാധിച്ചു. ഇനി നെക്സ്റ്റ് കേസിൽ ഇവിടെ നോക്കൂ, നൈട്രേറ്റ് അയോൺ അല്ലെ. AgNO3 നൈട്രേറ്റ് NO3 എന്ന് പറയുന്ന അയോൺ സിൽവർ നൈട്രേറ്റാണ് കമ്പൈൻ ചെയ്തിരുന്നത് റിയാക്ടന്റ് സൈഡില്. ഇനി പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? സോഡിയം അയോണായിട്ട് കമ്പൈൻ ചെയ്തു. ഏത് മെറ്റൽ അയോണായിട്ട് നൈട്രേറ്റ് അയോൺ കമ്പൈൻ ചെയ്താൽ ഇവിടെ എന്താണ്? സോഡിയം അയോണായിട്ടാണ് കമ്പൈൻ ചെയ്തത്. മനസ്സിലായോ? അപ്പൊ AgNO3 ഇപ്പൊ നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് AgNO3 റിയാക്ടന്റ് സൈഡിലുള്ള സിൽവർ നൈട്രേറ്റ് പ്രോഡക്റ്റ് സൈഡിലോട്ട് മാറിയപ്പോഴത്തേക്കും ആ സിൽവർ നൈട്രേറ്റിലെ നൈട്രേറ്റ് അയോൺ ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? സോഡിയം അയോണായിട്ട് സോഡിയം എന്നൊരു മെറ്റൽ അയോണായിട്ട് കമ്പൈൻ ചെയ്ത് സോഡിയം നൈട്രേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ സിൽവർ നൈട്രേറ്റിനോടുള്ള നൈട്രേറ്റ് അയോൺ എങ്ങോട്ട് മാറി? പ്രോഡക്റ്റ് സൈഡിലെപ്പോഴത്തേക്കും സോഡിയം അയോണോട് കൂടി ചേരുകയാണ് കണ്ടെത്തിയത് അല്ലെ. The reaction between sodium chloride and silver nitrate ions are exchanged. ഇവിടെ മനസ്സിലാക്കേണ്ടത് സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റ് നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് അവരുടെ അയോൺസ് തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. മനസ്സിലായ മക്കളെ? അപ്പൊ ഇതിനെ ഈ റിയാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? നമ്മൾ നേരത്തെ ഡീകമ്പോസിഷൻ പഠിച്ചു അല്ലെ. ഡീകമ്പോസിഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇതെന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ is a reaction in which two or more compounds, in which two compounds reacting with each other. മനസ്സിലാക്കാം, ഡബിൾ ഡീകമ്പോസിഷനിൽ രണ്ട് കോമ്പൗണ്ട്സ് ആണ് പരസ്പരം റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പഠിച്ചത് ഒരു കോമ്പൗണ്ടിൽ തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ കോമ്പൗണ്ട് ഡീകമ്പോസിഷൻ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഡബിൾ ഡീകമ്പോസിഷൻ എന്ത് സംഭവിക്കുന്നു? രണ്ട് കോമ്പൗണ്ട്സുകൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, രണ്ട് കോമ്പൗണ്ടുകൾ പരസ്പരം റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവ അയോൺസിൽ ഇന്റർചേഞ്ച് ചെയ്താൽ
ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്താൽ ആ റിയാക്ഷൻ എന്ത് വിളിക്കുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? When double decomposition is a reaction in which two or more compounds reacting with each other interchange their ions to form new compounds. ഇതാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന റിയാക്ഷനിൽ രണ്ട് കോമ്പൗണ്ട്സ് റിയാക്ടിംഗ് വിത്ത് ഈച്ച് അതർ and interchange their ions to form new compounds. പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ അയോൺസ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ രണ്ട് കോമ്പൗണ്ട്സ് പരസ്പരം റിയാക്ട് ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ട്സ് അവരുടെ അയോൺസുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നെങ്കിൽ അതിനെ ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഡീകമ്പോസിഷനും ഡബിൾ ഡീകമ്പോസിഷനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി ഒരു കോമ്പൗണ്ടിനാണ് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? രണ്ട് കോമ്പൗണ്ട്സ് അല്ലെ, രണ്ട് കോമ്പൗണ്ട്സ് പരസ്പരം റിയാക്ട് ചെയ്യുമ്പോൾ അവയുടെ അയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, രണ്ട് കോമ്പൗണ്ട്സ് അല്ലെ, രണ്ട് സംയുക്തങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അയോണുകൾ പരസ്പരം വെച്ച് മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് ദ്വിവിഘടന രാസപ്രവർത്തനം. വിഘടന രാസപ്രവർത്തനം ഡീകമ്പോസിഷൻ. ഇവിടെ ഡബിൾ ഡീകമ്പോസിഷൻ എന്താണ്? ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് മനസ്സിലാക്കുക. മക്കളെ, അപ്പൊ ദ്വിവിഘടന രാസപ്രവർത്തനം എങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അത്രയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡബിൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി. അടുത്ത് നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നോക്കാം. അടുത്തൊരു എക്സ്പെരിമെന്റിൽ എങ്ങനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ ഈ എക്സാമ്പിൾ ഒക്കെ ബേരിയം ക്ലോറൈഡ് പ്ലസ് H2SO4 ഗിവിംഗ് ബേരിയം സൾഫേറ്റ് പ്ലസ് 2HCl അല്ലെങ്കിൽ BaCl2 പ്ലസ് H2SO4 ബേരിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ ബേരിയം സൾഫേറ്റും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും നമുക്ക് ലഭിക്കുകയുണ്ടായി അല്ലെ, HCl ലഭിക്കുകയുണ്ടായി. ഈ ഇക്വേഷൻസിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ബേരിയം ക്ലോറൈഡ് എന്ത് ഇപ്പുറത്ത് വന്നപ്പോ അത് HCl ആയിട്ട് മാറി അല്ലെ, അതുപോലെ H2SO4 BaSO4 ആയിട്ട് മാറി. അതായത് ബേരിയം എന്ന് പറയുന്ന ആ ഒരു ബേരിയം ക്ലോറൈഡിലെ ബേരിയത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോറൈഡ് അയോൺ എങ്ങോട്ടേക്ക് മാറി? റിയാക്ടന്റ് സൈഡിൽ ആയപ്പോഴത്തേക്കും ഹൈഡ്രജന്റെ കൂടെ ചേർന്നു. തിരിച്ച് ഹൈഡ്രജൻ സൾഫൈഡിന്റെ കൂടെ ഉണ്ടായിരുന്ന സൾഫേറ്റ് അയോൺസ് ആരുടെ പോയി? ബേരിയത്തിനോട് കൂടി ചേരുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അയോൺസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു അല്ലെ, രണ്ട് കോമ്പൗണ്ട്സ് പരസ്പരം റിയാക്ട് ചെയ്തപ്പോൾ അവയുടെ അയോൺസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ ആ എക്സ്ചേഞ്ചിന് ഫലമായിട്ട് ഉണ്ടായ പുതിയ കോമ്പൗണ്ട്സ് ആണ് ഇവ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താ വിളിച്ചത്? ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് ഇപ്പൊ പഠിച്ചു വെച്ചുള്ളൂ. എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ? മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ 5 ml ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് അതിലേക്ക് സിങ്ക് ഗ്രാനുൾസ് അല്ലെ, സിങ്ക് ഗ്രാനുൾസ് ആണ് ഇടുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, അതിലേക്ക് സിങ്കിന്റെ ഗ്രാനുൾസ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഗ്രാനുൾസ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് ഒരു മാറ്റ് സ്റ്റിക്ക് കത്തിച്ച് അതിന്റെ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക് നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ നമുക്ക് മനസ്സിലാക്കിയത് ഈ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ഗ്രാനുൾസുമായിട്ടുള്ള റിയാക്ഷൻ സംഭവിച്ചു. ഈ നമ്മൾ മാച്ച് സ്റ്റിക്ക് ഒരു തീപ്പെട്ടി കത്തിച്ച് അതിന്റെ അകത്ത് ഇങ്ങനെ വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു പോപ്പ് സൗണ്ടോട് കൂടി ഒരു ഗ്യാസ് ബേൺ ചെയ്തിട്ട് കാണാൻ സാധിച്ചു. അപ്പം ഗ്യാസ് ബേൺസ് വിത്ത് പോപ്പ് സൗണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? എന്താണ് നമ്മൾ പഠിച്ചു? അവിടെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? കത്താൻ സഹായ കത്തുന്ന വാതകമാണത്. അതെന്താണ്? പോപ്പ് സൗണ്ടോട് കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയത് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് പോപ്പ് സൗണ്ടോടുകൂടി ഗ്യാസ് പുറത്തേക്ക് വന്ന് ഗ്യാസ് ബേൺ ചെയ്തെന്ന് മനസ്സിലായി. അപ്പൊ ഗ്യാസ് ബേൺസ് ദ പോപ്പ് സൗണ്ട്. ഏത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സിങ്കും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും സിങ്ക് ക്ലോറൈഡും അതിന്റെ ഭാഗമായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗ്യാസ് ബേൺസ് ദ പോപ്പ് സൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്യാസ് അവിടെ ഉണ്ടായെന്ന് മനസ്സിലായത്? അത് നമ്മൾ മാച്ച് സ്റ്റിക്ക് കത്തിച്ച് ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഒരു ഗ്യാസ് പോപ്പ് സൗണ്ടോട് ഗ്യാസ് കത്തുന്നതായിട്ട് കാണാൻ സാധിച്ചു. ആ ഗ്യാസ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഹൈഡ്രജൻ ആണ്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെയാണ്: സിങ്ക് പ്ലസ് ഡൈലൂട്ട് HCl സിങ്ക് പ്ലസ് 2HCl ഗിവിംഗ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ സമയത്ത് ഈ ആറ്റം ഏത് ആറ്റമാണ് റിയാക്ടന്റുള്ള ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തത്?
which atom replaces hydrogen in the reactant HCl to form the product. അപ്പൊ HCl നിന്നും ഹൈഡ്രജനെ മാറ്റിയത് കൊണ്ടാണല്ലോ നമുക്ക് ഹൈഡ്രജൻ പുറത്തേക്ക് പോയത് അല്ലെ. അപ്പൊ ഈ റിയാക്ടന്റിൽ ഏത് ആറ്റം ആണ് HCl അങ്ങനെ HCl എന്ന ആ ഹൈഡ്രജനെ പുറത്തേക്ക് മാറ്റിയത്? അതെ, സിങ്ക് അല്ലെ. സിങ്ക് ആണ് ഈ കെമിക്കൽ റിയാക്ഷനിൽ സിങ്ക് എന്ന ആറ്റം ആണ് ഹൈഡ്രജൻ എന്ന റിയാക്ടന്റിൽ നിന്നും ഹൈഡ്രജനെ മാറ്റി എങ്ങോട്ട് പോയത്? ഹൈഡ്രജനെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഡ്യൂറിംഗ് ദിസ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രജൻ റിയാക്ടന്റ് HCl to form the product? പ്രോഡക്റ്റ് ഫോം ചെയ്ത് വെട്ടിയിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന റിയാക്ടന്റിൽ നിന്നും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഏത് ആറ്റം ആണെന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. സിങ്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടെ കയറി അങ്ങ് ഇരുന്നു. അപ്പൊ സിങ്ക് ക്ലോറൈഡായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ റിയാക്ഷൻ സിങ്ക് ആറ്റം റീപ്ലേസസ് ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദി HCl. HCl ഹൈഡ്രോക്ലോറിക് ആസിഡിലെ HCl ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത ആരാണ്? സിങ്ക് ആറ്റം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ റിയാക്ഷൻസിൽ ഒരു എലമെന്റ്, ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റിനെ മറ്റൊരു എലമെന്റ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതിന്റെ സ്ഥലം മാറ്റുക, പ്ലേസ്മെന്റ് മാറ്റുക, പ്ലേസ് മാറ്റുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇരിക്കുന്ന സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നു. അപ്പൊ റിയാക്ഷൻസ് ഇൻ വിച്ച് an element in a compound is displaced by another element അല്ലെ. റിയാക്ഷൻ ഇൻ വിച്ച് an element in a compound, ഒരു കോമ്പൗണ്ട് എലമെന്റ് മറ്റൊരു എലമെന്റ് ആ റിയാക്ഷൻ തന്നെ പങ്കെടുക്കുന്ന മറ്റൊരു എലമെന്റ് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻസ് ആണ് വിളിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. റിയാക്ഷൻസ് ഇൻ വിച്ച് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. is displaced by another element. A reaction in which an element in a compound is displaced or replaced by another element in a reaction are called a displacement reaction. മനസ്സിലായോ മക്കളെ? അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഒരു റിയാക്ഷനിൽ ഒരു കോമ്പൗണ്ടിന്റെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെ, മാറ്റിയിട്ട് അത് അതിന്റെ സ്ഥാനത്തിരിക്കുന്നു. അപ്പൊ അതിനെയാണ് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. Reactions in which an element in a compound is displaced by another element is known as displacement reaction. അതിന്റെ എക്സാമ്പിൾ നോക്കി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? കോമ്പിനേഷൻ റിയാക്ഷൻ മനസ്സിലാക്കി, ഡീകമ്പോസിഷൻ റിയാക്ഷൻ മനസ്സിലാക്കി, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്? സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം അതായത് സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ് ഈ ഒരു സംയുക്തം ഹൈഡ്രോക്ലോറിക് ആസിഡ് സംയുക്തത്തിൽ നിന്ന് ഹൈഡ്രജൻ എന്ന മൂലകത്തെ ആരാദേശം ചെയ്യുന്നു? എന്താണ്? സിങ്ക് എന്ന് പറയുന്ന മൂലകം ആദേശം ചെയ്യുന്നു. അത്തരത്തിലുള്ള രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വിളിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? പലതരം രാസപ്രവർത്തനങ്ങളൊന്നും മനസ്സിലാക്കി. രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, അതിന്റെ ഉദാഹരണങ്ങൾ നോക്കി. വിഘടന രാസപ്രവർത്തനം ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ നോക്കി. വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ എന്താണെന്ന് നോക്കി. ഇപ്പൊ പഠിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്ന് നീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഏതാണ്, കോമ്പിനേഷൻ റിയാക്ഷൻ ഏതാണ്, ഡീകമ്പോസിഷൻ ഏതാണ്, ഡബിൾ ഡീകമ്പോസിഷൻ ഏതാണ് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ബോർഡിലോട്ട് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. Zinc plus 2 AgNO3 giving zinc nitrate. ZnNO3 twice plus 2 Ag. അടുത്ത കാൽഷ്യം കാർബൺ CaCO3 giving CaO plus CO2. അടുത്തത് 2H hydrogen iodide giving hydrogen plus iodine. അടുത്തത് CuNO3 twice plus Na2S giving CuS plus 2 NaNO3. അടുത്തത് SO2 plus H2O giving H2SO3. അപ്പൊ നമ്മൾ ഇതില് ഏതൊക്കെയാണ് എന്താണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, ഏതാണ് വിഘടന രാസപ്രവർത്തനം, ഏതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഏതാണ് വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ, പിന്നെ ഏതാണ് ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് മനസ്സിലാക്കി എഴുതി വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം യു. താങ്ക് യു.